എനിക്കും എൻ്റെ സുഹൃത്തുക്കളായ നിങ്ങൾക്കും എല്ലാവർക്കും മോഹൻലാൽ സാറിൻ്റെ ഫാൻസ് അസോസിയേഷൻ്റെ എല്ലാ പ്രവർത്തകർക്കും ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദിവസമാണത്. കാരണം കഴിഞ്ഞ 25 വർഷമായിട്ട് ലാൽ സാറിൻ്റെ ഫാൻസ് വളരെ സ്നേഹത്തോടെ ഒരുപാട് വർഷത്തെ സൗഹൃദത്തോടെ എത്തി നിൽക്കുന്ന ഒരു ദിവസമാണെന്ന് ഈ ദിവസം 25ാം വാർഷികം ആഘോഷിക്കുന്ന ഈ ദിവസത്തിൽ ലാൽ സാറിൻ്റെ ഫാൻസ് അസോസിയേഷൻ്റെ എല്ലാ പ്രവർത്തകരോടും ആദ്യമേ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, സ്നേഹം എല്ലാം അറിയിക്കുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും, അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്ത വന്നുകൊണ്ടിരിക്കുന്ന നമ്മളുടെ കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമുള്ള എല്ലാ മലയാളികളെയും ഈ സമയത്ത് എൻ്റെ സ്നേഹം അറിയിക്കുകയാണ്. എല്ലാവരെയും കാണാനും ഇന്നത്തെ ദിവസം എത്തിച്ചേർന്ന മോഹൻലാൽ സാറിന് നിങ്ങളുടെ പേരിൽ എൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു സാർ. കഴിഞ്ഞ 25 വർഷമായിട്ട് മോഹൻലാൽ സാറിൻ്റെ ഫാൻസ് അസോസിയേഷൻ്റെ യാത്രയ്ക്ക് മുന്നിൽ നിന്ന് നയിച്ച വിമൽ കുമാർ എന്ന് എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. വിമലിനെ എല്ലാ സ്നേഹത്തോടെയും എൻ്റെയും ഞങ്ങളുടെ പേരിലെല്ലാം സ്നേഹം അറിയിക്കുകയാണ്. അതായത് ഇവിടെ എത്തിച്ചേർന്ന മാധ്യമ സുഹൃത്തുക്കൾ കഴിഞ്ഞ എത്രയോ വർഷമായി ഫാൻസിൻ്റെ യാത്രയിലും മോഹൻലാൽ സാറിൻ്റെ യാത്രയിലും ആശീർവാദ് സിനിമാസിൻ്റെ യാത്രയിലും എല്ലാം കൂടെ ചേർന്ന് നിന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഈ സമയം എൻ്റെ സ്നേഹം അറിയിക്കുകയാണ്. പുതിയതായി വന്ന ശിവനും ജിനും പുതിയ ഭാരവാഹികളായി ചേർത്തിരിക്കുന്നു. അവർക്ക് അവർ രണ്ടുപേരെയും സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഇവരുടെ കൂട്ടത്തിലുള്ള മറ്റെല്ലാ ഭാരവാഹികളെയും സ്നേഹത്തോടെ എൻ്റെ സ്നേഹം അറിയിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മോഹൻലാൽ സാറിനെ കാണാൻ വേണ്ടി നമ്മളുടെ കേരളത്തിനകത്തും കേരളത്തിന് പുറത്തുനിന്നും പല എത്തിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നത് 5000-ൽ കൂടുതൽ പേര് ഇന്ന് മോഹൻലാൽ സാറിനായിട്ട് ഫോട്ടോ എടുക്കുക ദിവസമാണ് ഇത്. ഇന്ന് ഒരു ധന്യമായ ദിവസമാണ്. വന്നിരിക്കുന്ന എല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുന്നു, ഈ യാത്രയെ ഓർക്കുന്നു. മുമ്പോട്ടും ഇതുപോലെ ഒന്നിച്ച് യാത്ര ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മോഹൻലാൽ സാറിന് സംസാരിക്കുന്നത് സംസാരിക്കുന്നത് പ്രിയപ്പെട്ട ക്ഷമാപണത്തോടെ ഞാനൊരു ട്രാഫിക് വാക്കിംഗ് പോയി രക്ഷപ്പെടാൻ വേണ്ടി എല്ലാവരും വഴിയെടുത്തപ്പോൾ എന്തായാലും ഞാൻ കഴിഞ്ഞു 10 മണിക്കൂറോളം താമസം. ഞാനൊരു പ്രസംഗമൊന്നും നടത്തല്ല, നിങ്ങളോട് പ്രസംഗം നടത്തേണ്ട കാര്യങ്ങളില്ല. കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് ഈ സംഘടന എങ്ങനെയാണ് ഉണ്ടായത്, എൻ്റെ പുറകിൽ പ്രവർത്തിച്ച ആൾക്കാരൊക്കെ ഈ സമയത്ത് നമ്മൾ നോക്കണം. ഇങ്ങനെയാണ് അവരുടെ കാലത്ത് സഹായിച്ചു നമ്മളോടൊപ്പം നിന്ന ഇപ്പോഴും നിൽക്കുന്ന ആൾക്കാരൊക്കെ ഓർത്തുകൊണ്ട് ഒരുപക്ഷെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ പേരുകൾ അല്ലെങ്കിൽ പല കാര്യങ്ങൾ നമ്മൾ വെച്ചുപോകും. അതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടാണ്. അതിലാദ്യം അയാൾ പറയുന്നത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാൻ സ്നേഹിക്കുന്ന ഒരുപാട് പേരുടെ കഴിവുകൾ കൊടുക്കുന്ന സന്തോഷമാണ് ഞാനുണ്ട് ഏട്ടാകൂടെ. ഇന്ന് 1000 പേർ ഒന്നിച്ച് പറഞ്ഞു കൊടുക്കുന്ന ആ
വിശ്വാസം മറ്റൊന്നിനും വളർന്നു വരാനാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓൾ കേരള മോഹൻലാൽ ഫാൻസ് ആൻഡ് കൾച്ചറൽ വെൽഫെയർ അസോസിയേഷൻ എന്ന സൗഹൃദ കൂട്ടായ്മയുടെ 25ാം വാർഷികത്തിൽ ഇന്നിവിടെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ നടുവിൽ നിൽക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും വളർന്നു നൽകുന്ന സ്നേഹം ഹൃദയത്തിൽ നിറയുമ്പോൾ എത്ര ധന്യമാണ് എൻ്റെ ജന്മം എന്നോർത്ത് പോകുന്നത്. നേരിൽ കാണുമ്പോൾ ഒന്നിച്ചു നിന്ന് ഫോട്ടോയ്ക്ക് അപ്പുറത്തേക്ക് നിങ്ങളൊന്നും ആവശ്യപ്പെടാറില്ല. സ്നേഹമില്ലാതെ മറ്റൊന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല. ഒരു നടക്കുന്ന നിലയിൽ ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? കഴിഞ്ഞ 43 വർഷങ്ങളായി മലയാളികളുടെ മനസ്സിൽ പ്രിയപ്പെട്ട ഒരു സ്ഥാനം നേടാനായിട്ട് നിങ്ങൾ ഓരോരുത്തരെയും സ്നേഹത്തിലും പ്രാർത്ഥനയും മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നു. മതിലുകളിൽ വലിച്ച പോസ്റ്ററിനേക്കാൾ എത്രയും വലുതാണ് നിങ്ങളുടെ മനസ്സിൽ. നിങ്ങളുടെ ലാലേട്ടനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന സന്തോഷവും ഒരു സുരക്ഷിതാത്മകം ഏതൊരു അവാർഡിനേക്കാളും വലുതാണ്. നിങ്ങൾക്കുള്ള എൻ്റെ യാത്രയുടെ ശക്തിയും ഊർജവും പ്രിയപ്പെട്ടവരായ നിങ്ങൾ വളർന്നു നിൽക്കുന്ന നിങ്ങളുടെ സ്നേഹവും കരുതലും തന്നെയാണ്. ഏത് പ്രതിസന്ധിയിലും വിളിച്ചു പറയാൻ എൻ്റെ മനസ്സിൽ സിനിമയിലെ ഇടക്കത്തിലെന്നപോലെ കുറച്ചൊരു വാചകമുണ്ട്. എനിക്കെൻ്റെ പിള്ളേരുണ്ട്. നിമിഷത്തിൽ എൻ്റെ മനസ്സ് കുറച്ച് മുന്നോട്ട് പോവുകയാണ്. 1984-85 കാലഘട്ടം ഒരു വില്ലനായി തുടങ്ങിയ വില്ലത്തിലേക്ക് നായകനായി കുറേയേറെ ചിത്രങ്ങൾ ചെയ്ത് പ്രവർത്തിച്ച ഒരു കാലമാണ്. ശ്രീകൃഷ്ണപ്പള്ളിയുടെ അടിയാത്ത ബന്ധങ്ങൾ 1 മുതൽ 5 വരെ അങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്ത ആൾക്കാരത്താണ് തിരുവനന്തപുരത്തെ രാജാജിയാണ് സ്ഥലമുണ്ട്. അദ്ദേഹത്തിൻ്റെ നിവാസിയായ വിജയൻ നിയമത്തിൻ്റെ ഓട്ടോ ഡ്രൈവറായിരുന്നു. പിന്നെ സുരേന്ദ്രൻ, ജയൻ, ആ സഹോദരന്മാരൊന്നും കുഴപ്പമില്ല. പിന്നെ CITവിലെ സുരേന്ദ്രൻ കുറച്ച് കൂട്ടുകാർ ചേർന്ന് മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ തുടങ്ങി. ഇതുപോലെ അന്ന് തിരുവനന്തപുരത്തെ ശാലാരി സ്കൂൾ, ആറ്റുകാൽ, കമ്പാനൂർ തുടങ്ങി പലയിടങ്ങളിൽ എന്നെ സ്നേഹിക്കുന്ന ചെറുതും വലുതുമായ കൂട്ടായ്മകൾ യൂണിറ്റുകൾ തുടങ്ങി. ചുറ്റും പറ്റുന്ന സ്നേഹവലയമാണ് ഒരു സിനിമാ താരത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്തെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എൻ്റെ അനുഭവ സമ്മതവും ഒന്നും കൂടാതെയാണ് ഈ കൂട്ടായ്മകൾ പലതും തുടങ്ങിയത്. സ്നേഹിക്കാൻ ഇതിനാണ് അവരുടെ സമ്മതം എന്നാണ് അന്ന് അവരെന്നോട് ചോദിച്ചത്. ആ ചോദ്യത്തിന് മുന്നിൽ മറുത്തൊന്നും പറയാൻ എനിക്ക് കഴിഞ്ഞില്ല. എൻ്റെ പേരിൽ മത്സരങ്ങൾ പാടില്ല എന്ന നിബന്ധന മാത്രം ഞാൻ പങ്കുവച്ചു. അതേ തുടർന്ന് അതിനെ തുടർന്നാണ് എല്ലാ യൂണിറ്റുകളും ഉദ്ദേശിച്ചത്. 1998 സെപ്റ്റംബറിൽ ശാഖ കേരളത്തിൽ വെച്ച് ഓൾ കേരള മോഹൻലാൽ ഫാൻസ് ആൻഡ് കൾച്ചറൽ വെൽഫെയർ അസോസിയേഷൻ ആരംഭിച്ചത്. അത് ഉദ്ഘാടനം ചെയ്തത് പ്രിയപ്പെട്ട മമ്മൂട്ടിക്കായിരുന്നു. എൻ്റെ ഞാൻ സ്വന്തം ശാഖ എന്ന് വിളിക്കുന്ന മമ്മൂട്ടി. എൻ്റെ സഹോദര കുഞ്ഞിനായ ശാഖയുള്ള സ്നേഹം ഈ അവസരത്തിൽ പ്രത്യേകമായി ഞാൻ
വർഷങ്ങളായി കൊണ്ട് നടത്തുന്ന ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. എൻ്റെ സിനിമ യാത്രയിൽ എപ്പോഴും എൻ്റെ കൂടെ അദ്ദേഹം ഉണ്ട്. ഒന്നിച്ച് നിൽക്കുമ്പോൾ ഒന്നിച്ച് വളരാൻ കഴിയുന്നതാണ് സ്നേഹം. അതായത് അദ്ദേഹം തുടങ്ങി വെച്ച ഒരു പ്രസ്ഥാനം 25 വർഷം കഴിഞ്ഞിട്ടും വളരെ നന്നായി പോകുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഒരു ഗുരുത്തമാക്കി നിൽക്കാം. ഇന്ന് കേരളത്തിലെ 14 ജില്ലകളിൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ ഈ കൂട്ടായ്മ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മുന്നോട്ട് പോകുന്നു എന്നത് വ്യക്തിപരമായി സന്തോഷവും അഭിമാനവും എനിക്ക് നൽകുന്നു. കേവലം ആരാധനയും ആത്മവിളികളും ആവരുത്. അതിനപ്പുറം സഹജീവികൾക്ക് താങ്ങും തളർന്നു നൽകുന്ന നന്മ നിറഞ്ഞ കൂട്ടായ്മ ആവണം എന്ന എൻ്റെ എളിയ നിർദ്ദേശത്തെ നിങ്ങൾ ഓരോരുത്തരും വീണ്ടെടുക്കുന്നതിൽ വലിയായ സന്തോഷമുണ്ട്. ഇന്ന് എണ്ണമറ്റ ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെ 100 കണക്കിന് സഹോദരങ്ങൾക്ക് താങ്ങും തണലുമായി മാറാൻ നമുക്ക് കഴിഞ്ഞു എന്നത് അഭിമാനം പറയുന്ന കാര്യമാണ്. അർഹരായ അനവധി സഹോദരങ്ങൾക്ക് വീടുകൾ നൽകി, നിർധനരായ അനവധി പേർക്ക് ചികിത്സാ സഹായം നൽകി, കുട്ടികൾക്ക് പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്തു. എൻ്റെ എല്ലാ ജന്മദിനത്തിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തു, രക്തദാനം ചെയ്തു, അക്ഷരങ്ങൾക്ക് സഹായവുമായി വിളിച്ചു. സമൂഹത്തിന് മാതൃകയാകുന്ന ഉത്തരവാദിത്തമുള്ള ഒരു കൂട്ടായ്മയാണ് ഈ അസോസിയേഷൻ മാറിയിരിക്കുന്നത്. വലിയായ അഭിമാനമുണ്ട്. വളരെ സന്തോഷം. കേരളത്തിൽ കേരള മോഹൻലാൽ ഫാൻസ് ആൻഡ് കൾച്ചറൽ വെൽഫെയർ അസോസിയേഷൻ പ്രവർത്തിക്കുന്നതിനോടൊപ്പം ഇന്ത്യക്ക് പുറത്തുള്ള ആൾക്കേഴ്സിനെ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. ഒട്ടനവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ ഗൂഗിൾ വഴി മോഹൻലാൽ ഫാൻസും ആൾക്കേഴ്സും നടത്തുന്നുണ്ട്. അവരോടുള്ള സ്നേഹവും ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്.